എല്ലാവരും ലൈവൊക്കെ കാണുന്നുണ്ടായിരിക്കും. ഭയങ്കര നെഗറ്റിവിറ്റി മാത്രമുള്ള ലൈവാണ്. ഓക്കെ, ഇപ്പോൾ ജിൻഡോ മറ്റേ സാധനം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. മറ്റേ ടാസ്ക് അല്ല, എന്താണ് മറ്റേ കല്ല് ജിൻഡോ കൊണ്ടുപോയി. ജിൻഡോയെ നോക്കാൻ ഏൽപ്പിച്ച് വെച്ചേക്കായിരുന്നു. ജിൻഡോ എന്നത് ഇടിച്ചുകൊണ്ട് പോയി. ലൈവ് ഉണ്ടോ ബ്രോ ടിച്ച്? ആ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ നോക്കടേ ഒന്ന് ദയവ് ചെയ്തിട്ട്. ആ ടെലിഗ്രാം ചാനലിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇട്ടിട്ടില്ലെന്ന് ബളം ഉണ്ടാക്കാതെ അതിൻ്റെ അകത്ത് നോക്ക്. ഓക്കെ, അപ്പോൾ ആ ടെലിഗ്രാം ചാനലിൻ്റെ അകത്തുണ്ട്. ആരും ദയവ് ചെയ്തിട്ട് ഇവിടെ എനിക്ക് മറ്റേ മെസ്സേജ് അയക്കണ്ട. ഞാൻ അതിൻ്റെ അകത്ത് ലിങ്ക് വരാൻ നേരത്ത് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ആക്കും. ഓക്കെ, അവിടെ നിന്ന് എടുത്തോണ്ട് പോയി ജിൻഡോ അവിടെ നിന്ന് എടുത്തോണ്ട് പോക്കറ്റിലേക്ക് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ അവർ എന്തൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ജിൻഡോ അണ്ണത്തെ സാധനം അടിച്ചു മാറ്റിക്കൊണ്ട് പോയി എന്തായാലും. അപ്പോൾ അതൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ഈ ടാസ്കിൻ്റെ ഒരിത്, നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിക്കുക. ജാസ്മിൻ എന്ന് പറഞ്ഞ ആളുടെ റോബോട്ട് ഇന്നലെ മുതൽ കാണിക്കുന്ന സാധനങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചോ. ഇതാണൊക്കെ റോബോട്ടിനെയാണ് നിങ്ങൾ പൈസ കൊടുത്ത് നിങ്ങളെ സാധനത്തിൻ്റെ അകത്ത് വിളിച്ച് ലിങ്ക് വർക്കാവുന്നത്. എൻ്റെ പൊന്നോ, ലിങ്ക് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളിത് എവിടെ ക്ലിക്ക് ചെയ്യുന്നതാണ്? എൻ്റെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ ലാസ്റ്റ് ഇടുന്ന ലിങ്കുകളൊക്കെ പോയി നോക്ക്. ദയവ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറയാതെ. അല്ലെങ്കിൽ ADC_live3 ഇത് അടിച്ചാൽ മതി. ADC_live3. ഓക്കെ, ADC_live3 ഇത് ടിച്ചിൻ്റെ അകത്ത് സെർച്ച് ചെയ്യും, കിട്ടും, ലൈവ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കണക്കത്തെ ഒരു റോബോട്ട് നിങ്ങൾ വാങ്ങിച്ച് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് വെച്ചേക്കുന്ന റോബോട്ട്, നമ്മളെ തന്നെ ചീത്ത വിളിക്കുന്ന റോബോട്ട്, നമ്മളെ മാത്രം കുറ്റം പറഞ്ഞ ഓണർമാരെ കുറ്റം പറയുന്ന റോബോട്ട്, അപ്പുറത്തുള്ളവന്മാർ അതായത് ടാസ്കിൻ്റെ അകത്ത് നിന്ന് പുറത്ത് പോയവന്മാർ പറയാൻ നേരത്ത് അതേപടി കേൾക്കുന്ന റോബോട്ട്. ഇങ്ങനെ ഒരു റോബോട്ടിനെ എന്ത് ചെയ്യണം? ഒന്ന് സാമാന്യമായിട്ട് അത് ചിന്തിച്ച് നോക്ക്. എന്താണ് ചെയ്യാനുള്ളത്? അത്രയേ ഉള്ളൂ ഒരു ടാസ്കിൻ്റെ അകത്ത്. പിന്നെ അതേ കണക്ക് തന്നെ ബിഗ് ബോസ് ഇന്നലെ പറയുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ അവരുടെ ടാസ്കിൽ ഇടപെടരുത് എന്ന് ബിഗ് ബോസുകാരാണ് പറഞ്ഞു ഇന്നലെ ഈ ഓണർമാരുടെ അടുത്ത്. നിങ്ങൾ അവരുടെ ടാസ്കിൽ ഇടപെടരുത്, അവരെ ശല്യപ്പെടുത്തരുത്, അവരെ ബാക്കിയുള്ളവരുടെ ഇതിൻ്റെ ബാക്കിൽ നടക്കുന്നതിനെ കുറിച്ച് ഒന്നും ചെയ്യരുത്. അവരിന്നലെ ഒന്നും ചെയ്തില്ല. ഇപ്പോഴീ അപ്സര കടന്നവിടെ പറയുന്നുണ്ടല്ലോ അവർ നമ്മളെ എവിടെ തടസ്സപ്പെടുത്തിയത്? ഇന്നലെ മെനങ്ങാന്ന് അവർ തടസ്സപ്പെടുത്തി. എങ്ങനെ? ഇവരെ ബാക്കിൽ ശല്യം ചെയ്ത്. ഏത് ഗസ്റ്റിൻ്റെ ബാക്കിലാണ് ഇതേണക്ക്, ഏത് ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാലാണ് ഇതേണക്ക് ഉള്ള ആളുകളുള്ളത്? അങ്ങനെ ഏതെങ്കിലും സ്ഥലത്തുണ്ടോ? ഇതിൽ കാണുന്നുണ്ട് ഒരു ഹോട്ടലാണെന്ന് പറയുമ്പോൾ ആ ഹോട്ടലിൻ്റെ സ്റ്റാൻഡേർഡ് 5 സ്റ്റാർ ഹോട്ടൽ എന്നാണ് പറഞ്ഞത്. ഏത് 5 സ്റ്റാർ ഹോട്ടലിലാണ് ഇതേണക്ക് കൊടുക്കുന്നത്? ഇനി അതേപോലെ തന്നെ മറ്റേ ഇവർ ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ കൊള്ളില്ല എന്നാണ് പറഞ്ഞത്. ഫുഡ് ഉണ്ടാക്കി ചോറ് വെന്തില്ലെന്നാണ് പറഞ്ഞത്. ഇവർ ഭയങ്കര ഫുഡ് ഉണ്ടാക്കി മാങ്ങ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നു. ഫുഡ് കൊള്ളില്ലെന്നാണ് പറഞ്ഞത് അല്ലേ? ഫുഡ് കൊള്ളില്ലെന്നല്ലേ പറഞ്ഞു, വേറെ ഒന്നുമല്ലല്ലോ പറഞ്ഞു. ഫുഡ് കൊള്ളില്ല എന്ന് തന്നെയല്ലേ പറഞ്ഞു. എന്നിട്ടും കുറ്റം പവർ ടീം അല്ല ഓണർമാരൊക്കെ. ഈ ഓണർമാരായിട്ടിരിക്കുന്നവർ സത്യം പറഞ്ഞാൽ അവരെ സമ്മതിക്കണം. ഇന്ന് അവന്മാർ പോയിട്ട് ആ കൺഫെഷൻ റൂമിൽ ഇരിക്കാൻ നേരത്ത് അവരുടെ മുഖത്തുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഇത്രയും മാത്രം അവരെയാണ് യഥാർത്ഥമായിട്ട് ഇവരെല്ലാം ടോർച്ചർ ചെയ്തത്. ആ ഓണർമാരുടെ ഒരു സാധനവും പറഞ്ഞാൽ കേൾക്കാതെ അവരെ ടോർച്ചർ ചെയ്ത് ഇത് ചെയ്യുന്നു. പിന്നെ ഈ സായി എന്ന് പറഞ്ഞപ്പോൾ കൊണ അടിക്കുന്നുണ്ട്. സായി എന്ന് പറഞ്ഞാൽ എന്ത് കൊണയാണ് അടിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഇന്നലെ അവൻ്റെ കൊണയിലാണ് മറ്റേ ടീം മൊത്തത്തിൽ പുറത്തായത്. അവൻ്റെ കൊണ മണ്ട് മാത്രം. അങ്ങനെ ഒരു മരമണ്ടൻ ഞാൻ കണ്ടിട്ടില്ല. അമ്മാതിരി കൊണ അടിച്ചിട്ടാണ് അവൻ ഇന്നലെ പുറത്തായത് ആ ടീം. ഇന്ന് അവൻ ചെയ്തത് മനുഷ്യത്വവും ബാക്കി കോപ്പും മലരും എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് പറയുന്നത്. ഈ യവനൊക്കെ വേണ്ടിയിട്ട് തന്നെയല്ലേ അവരെല്ലാവരും ഇന്ന് ആ പവർ ടീം കയറി ഒരു ഫുഡ് ഉണ്ടാക്കുന്ന. യവനൊക്കെ കളഞ്ഞിട്ട് വരും. അവൻ രാജിവെച്ചിട്ട് പോയതാണ് അവന്മാരല്ല, അവർ പറഞ്ഞിട്ടല്ല. ഇവർ രാജിവെച്ചിട്ട് പോയി. എന്നിട്ട് അതിൻ്റെ അകത്ത് വെളിയിൽ കിടന്ന് എല്ലാം കിടന്ന് കൊണ അടിക്കുന്നുണ്ട്. ഈ ഇവരൊക്കെ വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ അകത്ത് എത്ര സാധനങ്ങൾ അവന്മാർ അടിച്ചുകൊണ്ട് പോയി?
ഈ കത്തികൾ മൊത്തം അടിച്ചുകൊണ്ട് വരില്ല. ഒരൊറ്റ കത്തി വെച്ചിട്ടാണ് അവർ ആ ജോലി ചെയ്തേക്കുന്നത്. യവനക്കൊക്കെ വേണ്ടി തന്നെയല്ലേ ഫുഡ് ഉണ്ടാക്കുന്ന, യവൻ എല്ലാവർക്കും വേണ്ടി തന്നെയല്ലേ ഫുഡ് ഉണ്ടാക്കുന്ന. അപ്പം മനുഷ്യത്വം ഇല്ലേ അവിടെ? ഈ പവർ ടീമുകാരെന്ന് പറയുന്നവർ മറ്റേ വേറെ എന്തെങ്കിലും സാധനമാണ്? എല്ലാവരും പവർ ടീമിൻ്റെ മണ്ടേ കയറാനായിട്ടേക്കാണ്. ഏത് വകയിലാണ് നിങ്ങൾ പവർ ടീമിൻ്റെ മണ്ടേ കയറുന്ന? ഹോട്ടലിൻ്റെ ഉടമസ്ഥരാണ് അവർ. അവർക്ക് എന്ത് കാര്യം അവിടെ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. ആ ഒരു സാധനത്തിൻ്റെ അകത്ത് ആ ഒരു സാധനത്തിൻ്റെ അകത്താണ് അവർ കളിക്കുന്നത്. സാബുമോൻ, ശ്വേത, സെയിം, ജാസ്മിൻ, അത് നിങ്ങൾ കേട്ടതിൻ്റെ കുഴപ്പമായിരിക്കും. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിന്നലെ കൃത്യമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരെയും ചൊറി ബെസ്റ്റാണെന്നാണ് പറഞ്ഞത്. ഇവരുടെ ചൊറികൾ ഭയങ്കര അടിപൊളി ചൊറിയാണ് ഇവർ തമ്മിൽ ഒന്നിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊന്നും അല്ലെന്ന് പറഞ്ഞു. ഈ ചൊറിയുള്ള ടീമുകൾ തമ്മിൽ ഒന്നിച്ച് കഴിഞ്ഞാൽ പിന്നെ ചൊറി ഉണ്ടാകത്തില്ലല്ലോ അവിടെ. അപ്പോൾ അവരുടെ ആ സാധനം തന്നെ തെറ്റാണ്. ഈ ചൊറിയുള്ളവർ മാറി നിന്ന് കഴിഞ്ഞാൽ ഈ ചൊറി നടക്കത്തുള്ളൂ. അപ്പോഴേ ഇത് കാണാൻ കൊള്ളാവും. അല്ലെങ്കിൽ ജാസ്മിനും ജിൻഡും കൂടെ ഒറ്റ ടീമായി, ചൊറിയില്ല, ഒന്നുമില്ല, അവരിങ്ങനെ പോവുകയാണ്. പിന്നെ എന്തിനാണ് ഈ സീസൺ കൊള്ളാവുന്നത്? അതുപോലും ഇതില്ലാത്തവരാണ് കയറി വന്നേക്കുന്നതെന്നാണ് ഞാൻ പറയത്തുള്ളൂ. അത് സാബുമോനാണെങ്കിൽ ശരി തന്നെ ഇവരാണ്. അത് സാബുമോനെ കൊടുക്കുന്ന നിർദ്ദേശം, പ്രവീണണ്ണൻ കൊടുത്ത നിർദ്ദേശങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ പ്രവീണണ്ണന് വേറെ എല്ലാം ഇതൊക്കെ കാണും, നിസ്വാർത്ഥ താല്പര്യങ്ങൾ വല്ലതും ഉണ്ടായിരിക്കും. പ്രവീണണ്ണൻ പണ്ടത്തെ പ്രവീണണ്ണൻ തന്നെ. അപ്പോൾ ആ അണ്ണന് വേറെ പല സ്വാർത്ഥ താല്പര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ആ താല്പര്യത്തിൻ്റെ ഉദ്ദേശത്തിൽ പല ആൾക്കാരെയും സേവാക്കി വെക്കണം, 100 ദിവസം നിർത്തണം, അങ്ങനെയൊക്കെ വല്ലതും കാണും. അപ്പോൾ അതേ കണക്ക്. അപ്പോൾ ഈ ടാസ്കിൻ്റെ അകത്ത് യഥാർത്ഥമായിട്ട് ഏറ്റവും കൂടുതൽ ടാസ്കിൻ്റെ അകത്ത് ദുരിതം അനുഭവിച്ചത് പവർ ടീമുകാരാണ്. ഓണർമാർ കിടന്ന് ഇത്രയും മെഴുകി, അതായത് മെഴുകിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇല്ലാതായ ടാസ്ക് ഇതാണ്. കാരണം അവർ പോയിട്ട് ആ കൺഫഷൻ റൂമിൽ ഇരിക്കാൻ നേരത്തെ അവരെ മുഖത്തുണ്ടാ സങ്കടം, അത് കണ്ടാൽ മതി. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സങ്കടം. കാരണം എന്ന് വെച്ചാൽ എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യണം, ഇത് ചെയ്യണം. ഈ ബിഗ് ബോസ് തന്നെ ഇന്നലെ ഇരുന്നുകൊണ്ട് കൊണയടിച്ചത്, ബിഗ് ബോസ് തന്നെ ഇരുന്നതിന് കൊണയടിച്ചത്. നിങ്ങൾ ഒരു കാര്യത്തിൽ ഇടപെടരുത്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് തീർക്കാൻ മാത്രം ഇടപെടുക എന്നുള്ളത്. ബിഗ് ബോസുകാർ തന്നെയാണ് ഇന്നലെ പറഞ്ഞത്. എന്നിട്ട് ഇന്ന് പറയുന്നത് നിങ്ങൾ അവരെ മാനേജ് ചെയ്തുകൊണ്ട് പോകണം. എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇന്നലെ അവർ 4 പണിയെടുക്കാൻ വയ്യ. സായി അണ്ണന് നടുവും വയ്യ, കക്കൂസിലും പോകാൻ വയ്യാത്ത ഒരുത്തൈ. അവന് പണിയെടുക്കാൻ വയ്യ. അപ്പോൾ അവൻ പണിയെടുക്കാൻ പോവാതിരിക്കാനായിട്ട് അവൻ എന്തെങ്കിലും ഇതുണ്ട്, അതുകൊണ്ട് അവൻ പുറത്ത് പോയിരുന്നു. അതിന് വേണ്ടിയിട്ട് അവൻ ഇട്ടൊരു അടവിൽ ബാക്കിയുള്ള എല്ലാ എണ്ണം വീണ് എല്ലാ എണ്ണം 3G ആയി. പിന്നെ അതിന് ശേഷം ഈ ജാസ്മിന് ഈ വിഷം കുത്തി എന്ന് പറയുന്നുണ്ട്. ഈ നോറ വിഷം കുത്തി, അൻസിബ വിഷം കുത്തി, വേറെ ആരൊക്കെ വിഷം കുത്തി. യഥാർത്ഥമായിട്ട് കൃത്യമായിട്ട് വിഷം കുത്തിയത് അവിടെ ജാസ്മിന് സിജോയാണ്. നല്ലോണം കളിച്ചുകൊണ്ടിരുന്ന ജാസ്മിൻ്റെ മണ്ടയിൽ വിഷം കുത്തി വെച്ച് അതായത് ഈ പവർ ടീമിനെതിരെ എന്ത് കാണിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ പറയണം എന്നുള്ള സാധനം കുത്തി വെച്ച് കൊടുത്തത് എവിക്ഷനിൽ നിൽക്കുന്ന നോമിനേഷനിൽ നിൽക്കുന്ന സിജോ. കാരണം സിജോയ്ക്ക് നോമിനേഷൻ അത്ര പേടിയുണ്ട്, അത്ര പേടിച്ചാണ് സിജോ നിൽക്കുന്ന, നോമിനേഷൻ പേടി. പിന്നെ ജാസ്മിൻ ആളുകളുടെ വോട്ട് വേണമല്ലോ, എന്തായാലും വോട്ട് ചെയ്യും. അവന്മാർക്ക് മരമുകളായതുകൊണ്ട് അവന്മാരെ വോട്ട് ചെയ്യും. അപ്പി ഫാൻസാണ്, അത് എന്തായാലും വോട്ട് ചെയ്യും. കാരണം അവന്മാർക്ക് ഈച്ചും പേച്ചും ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ടീമുകളാണ്. പിന്നെ വേറെ കുറേ പേജസ് കുറേ ന്യായീകരണം ഇട്ടേക്കുന്നുണ്ട്. ഇവിടെ വാറ്റെന്നൊക്കെ പറയുന്ന വാറ്റുകാരന്മാരെ, നിനക്കൊക്കെ നാണവമാനം ഇല്ലടാ നാറികളെ. വാറ്റെണ്ണന്മാരെ, നിനക്കൊക്കെ നാണവമാനമില്ല നിനക്കൊക്കെ? അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അവന്മാർ എഴുതിയൊക്കെ ഇടുന്ന കാണണം. ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് PR പണി എടുക്കുകയാണെന്ന് പറയുന്നടാ. എന്തിനടാ ഇതൊക്കെ പറയുന്നത് കിടന്ന്? ജാസ്മിൻ അത് പറഞ്ഞപ്പോൾ കണ്ടില്ലേ, ജാസ്മിൻ ഇത് വിടാതെ അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ജാസ്മിൻ്റെ ഹൃദയം പൊട്ടി നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. സിജോയുടെ അടുത്ത് സിജോ കഥ പറയാൻ പറ്റില്ല. സിജോയും ജാസ്മിനും ഈ മരവാണം മറ്റവനും എല്ലാം ഒരേ സംഘടനയുടെ ആൾക്കാരാണ്. അതെങ്കിലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കാണിക്കടാ വാറ്റന്മാരെ. അമ്മമാർ വാറ്റ് കോറ്റ, നീയൊക്കെ വാറ്റിക്കോ, അതെങ്കിലും വാറ്റിൻ്റെ അകത്ത് തന്നെ ഒരു ഇതുണ്ട്, നല്ല രീതിയിൽ വാറ്റി അത് വേപ്പറായിട്ട് അത്രയും ശുദ്ധമായ സാധനമാണ് വരുന്നത്. ആ വാറ്റിന് പോലും ആ ശുദ്ധമായിട്ട് അത്രയും വേപ്പറായിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള സാധനമാണ് വരുന്നത് വാറ്റ്.
ഏ ആ വാറ്റിന് പോലും കുറച്ച് അന്തസ്സുണ്ട്. പക്ഷെ നിനക്കൊക്കെ എന്ത് അന്തസ്സാ ഉള്ള? 3 ഒരേ സംഘടനയിലെ ഊളകൾ പോയി ഇരുന്നിട്ട് ഈ സിജോ എന്ന് പറഞ്ഞ എവിക്ഷൻ പേടിയുള്ള ഒരുത്തൻ അവിടെ ഇരുന്നിട്ട് ജാസ്മിനെ പൊക്കി പറയാൻ നേരത്ത് അതുപോലും മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത വാറ്റന്മാരെ, നീയൊക്കെ വേറെ വല്ല പണിക്കും പോടാ, അതെനിക്ക് പറയാനുള്ളത്. പിന്നെ നീയൊക്കെ വന്നിരുന്ന് കൊണയടിക്കുന്ന ഇവിടെ മുഖവും മറ്റതൊന്നും ഇല്ലാത്ത നീയൊക്കെ എന്ത് കൊണയടിക്കാനാടാ പിന്നെ കിടന്ന്. ഈ വീക്കെൻഡ് ജാസ്മിനെ വെളുപ്പിക്കാനായിരിക്കും. ജിൻഡോയെക്കുറിച്ച് എന്താ അഭിപ്രായം? ജിൻഡോ ഇന്ന് അവർ ഈ എന്താണ് ഈ പവർ ടീമുകാർ തന്നെ പോയിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഡെൻ ടീം എല്ലാവരും അലമ്പാക്കിയെന്ന് അവർ പറഞ്ഞില്ല. ഡെൻ ടീം അവരുടെ കളി മാന്യമായിട്ട് കളിച്ച്, ജിൻഡോ ആണെങ്കിലും മറ്റേ അർജുനാണെങ്കിലും ശ്രീതു ആണെങ്കിലും അങ്ങനെ കളിച്ച് വളരെ നന്നായിട്ട് കളിച്ച ആൾക്കാരും ഉണ്ട് എന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് അവർ പറഞ്ഞ്. അപ്പം ബിഗ് ബോസുകാരൊക്കെ അപ്പം വായിക്കാത്ത പിരിവെട്ടി അവന്മാരപ്പം ഇത് സംസാരം മതിയാക്കിയത്. അതാണ് നടന്നത്. ഞാൻ സായിയുടെ ഭൂലോക ഷോന്ന് എടോ ഒരു സാമാന്യ മര്യാദ കാണിക്കണം. ഒരു മറ്റേ എന്താണ് ഈ ഉള്ള കത്തിയും ഈ കിച്ചൺ ടീമിൻ്റെ അകത്ത് അവർ അരിയാനും ഇതെല്ലാം ഉള്ള കത്തിയെല്ലാം കൊണ്ട് മാറ്റി വെച്ച് ഒളിപ്പിച്ച് വെച്ച് അവിടെ ഇരുന്ന സാധനങ്ങളും കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് ആ ആൾക്കാർ ഫുഡ് ഉണ്ടാക്കുന്ന ഈ നാറിയേക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഈ അരിയണ്ണനൊക്കെ അവിടെ പോയിട്ട് ടേബിളിൻ്റെ ഫ്രണ്ടിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അരിയും ഫുഡോ ഒന്നും വരത്തില്ല. ഈ കത്തിയൊക്കെ അരിയണം അതിൻ്റെ അകത്ത്. അതിന് പോലെയുള്ള സാമാന്യ മര്യാദ ഇല്ലാത്ത ഊളകൾ. എന്നിട്ട് ബിഗ് ബോസ് വരെ അനൗൺസ് ചെയ്യുന്നുണ്ടാ? അതുമില്ല. ഇനി അടുത്ത മറ്റേ ശനിയാഴ്ച വന്നിട്ട് ഇതൊക്കെ വെളുപ്പിക്കും. എങ്ങനെ വെളുപ്പിക്കാതിരിക്കും? എങ്ങനെ വെളുപ്പിക്കാതിരിക്കുന്ന? ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ അങ്ങേര് തന്നെയാണ് ഇവരൊക്കെ വളം വെച്ച് കൊടുത്തത്. ആദ്യം റോക്കിയുടെ അടുത്ത് പറഞ്ഞ് ഇടിക്കാൻ വന്നാൽ ഇടിച്ചോളണം എന്ന് പറഞ്ഞു. അവൻ കൊടുത്ത് ഇടി. അപ്പം അവനെ പറഞ്ഞു വിട്ട് അല്ലേ? രണ്ടാമത് കഴിഞ്ഞ ആഴ്ച അവന്മാരടുത്ത് തന്നെ മോഷണം തുടരട്ടെ എന്ന് പറഞ്ഞു. അവന്മാരങ്ങ് മോഷ്ടിക്കുകയാണ്. മോഷണം എന്ത് മോഷ്ടിക്കാനാണ്? ഇവനൊക്കെ ഫുഡ് വെച്ച് കൊടുക്കാനുള്ള കത്തിയും മറ്റേ ഈ അരിയാനും മറ്റേ ഇത് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് മറ്റേ ക്വാളിറ്റി സത്യസന്ധത അവൻ്റെ അമ്മൂമ്മയുടെ മലര് എന്നൊക്കെ പറയുന്നതാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് കണക്ക് എന്ത് ആൾക്കാരാണ് എന്തോ ഇത്. കുറച്ചൊരു സാമാന്യ ബുദ്ധിയെങ്കിലും അവനൊക്കെ വേണ്ടേ? ഈ അരിയണ്ണൻ്റെയൊക്കെ ഏത് സ്ഥലത്തൂടെയാണ് ഇന്നലെ ബിഗ് ബോസുകാർ പറഞ്ഞെന്തോ? ഏത് സ്ഥലം കൊണ്ടോ കേട്ടത് അവൻ്റെ? ചില വേറെ നമ്മൾ ചെവി കൂടെ എല്ലാവർക്കും അവൻ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് കക്കൂസി പോകാൻ പറ്റാത്ത. അങ്ങനെ എല്ലാ സ്ഥലത്തൂടേക്ക് അവൻ കേൾക്കുന്നത്. അപ്പോൾ അവന് പോകാൻ പറ്റത്തില്ല. അത് അങ്ങനെ എന്തോ പ്രശ്നമുണ്ടോ അവന് ഇപ്പോഴും? പിന്നെ ഈ സിജോ എന്ന് പറഞ്ഞു പണിയെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവൻ ഐസ് കട്ട എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. പണിയെടുക്കാൻ പറഞ്ഞാൽ അപ്പം അവൻ ഐസ് കട്ട വരും. അതേസമയം പോയി നുണ പറയുന്നതിന് അവന് ഒരു ഐസ് കട്ടയും വേണ്ട, ഒരു കോപ്പും വേണ്ട. ആ ടൈം അവൻ എത്ര നേരം വേണോ സംസാരിക്കും, എത്ര നേരം വേണമല്ലോ. പിന്നെ ശ്രീരേഖ കണക്കൊരാൾ, നിങ്ങളൊരു ഹോട്ടലിൽ ശ്രീരേഖ കണക്കൊരാളെ നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ കണ്ടിട്ടുണ്ടോ? ഈ ശ്രീരേഖ കാണിക്കുന്ന കോമാളിത്തരം കണക്കിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇത്രയും നാൾ ജീവിച്ച ഏതെങ്കിലും ഹോട്ടലിനകത്ത് ഈ ശ്രീരേഖ കണക്കത്തെ ഒരു ഇതിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പിന്നെ ഇവരൊക്കെ ഏത് സ്ഥലത്തുണ്ട്? ഇവനൊക്കെ നടിയാണ്, കോപ്പാണെന്ന് പറഞ്ഞത്. ഒരു നടിക്ക് വേണം ബേസിക് കാര്യമാണ് ഒരു കാര്യത്തെക്കുറിച്ച് അറിയാനുള്ളത്. ഏത് ഹോട്ടലിലാണോ ഇത് കണക്കത്തെ ഈ ജോക്കർമാരെ കണ്ടിട്ടുള്ളത്? ഏത് ഹോട്ടലിലാണ് കണ്ടിട്ടുള്ളത്? ഒരു നടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ നടി അല്ലെങ്കിൽ ഏതെങ്കിലും നടിമാർ അങ്ങനെ ഒബ്സർവേഷൻ നടത്തിയിട്ട് അതിനനുസരിച്ച് ഒരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവർ എവിടത്തെ നടിയാണ്? അപ്പോഴ് എന്ത് കോപ്പ് കൊടുത്തിട്ടാണ് ഇവരൊക്കെ മറ്റേ സംസ്ഥാന അവാർഡ് എന്തോ കൊടുത്തെന്ന് പറഞ്ഞത്? എന്ത് ഒബ്സർവേഷൻ ഉണ്ട് ഇവർക്ക്? മോഹൻലാൽ ആഴ്ചതോറും എന്ന് പറയുമല്ലോ ഭയങ്കര നടിയാണ്, ഭയങ്കര നടി. എവിടെയാണ് നടി? ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് വന്നിരുന്നിട്ട് മറ്റേ ഇതേ കണക്കത്തെ ഒരു ഹോട്ടലിൻ്റെ അകത്ത് ഇതേ കണക്കത്തെ നിങ്ങളൊരു ഹോട്ടലിൽ നടത്തുന്ന ഇതേ കണക്കത്തെ ഒരു ക്യാരക്ടറിനെ പിടിച്ചിട്ട് എന്തെങ്കിലും പണി കൊടുക്കുമോ? ഒരു പണിയും കൊടുക്കത്തില്ല. ഇനി ഈ ഹോട്ടലിൻ്റെ അകത്ത് തന്നെ ഈ ഹോട്ടലിൽ നിന്ന് രാജിവെച്ച് പോയവർ ആണ് അവിടെ കിടന്ന് തല്ലും കൂടിയതെന്ന്. ഈ ഹോട്ടലിൻ്റെ HR പറഞ്ഞാൽ കേൾക്കാത്ത, ഓണർമാർ പറഞ്ഞാൽ കേൾക്കാത്ത റോബോട്ട്
ഈ പുറത്ത് പോയവന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കേൾക്കും. കാരണം അവൾക്ക് പണിയെടുക്കണ്ട, അവൾ അവിടെ കിടന്ന് ആ സമയത്ത് ഉറങ്ങാൻ നോക്കിയാണ് കിടന്ന്, അല്ലേ? ആ സമയത്ത് അവൾ ഉറങ്ങാൻ നോക്കിയതാണ് ടീമാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഉള്ളത് ഇവിടെ. വളരെ. എന്നിട്ട് ഈ ജാസ്മിൻ്റെ ആൾക്കാരുടെ മെഴുകൽ, ഇതൊക്കെ എന്തിനാ എന്തോ മെഴുകുന്ന, എന്തുദ്ദേശത്തിലാണ് അവരൊക്കെ മെഴുകുന്നത്? എന്ത് മെഴുകലെന്ന് വെച്ച് നിങ്ങൾ ഈ കാണുന്നവന്മാർക്ക് കുറച്ച് ലേശ ഉളുപ്പില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലേശ ഉളുപ്പ്. നിനക്കൊക്കെ എവിടം കൊണ്ടാണ് നീയൊക്കെ കാണുന്നത്? എന്തോ PR ആയിക്കോട്ടെ, എന്ത് കോപ്പായിക്കോട്ടെ. ഇപ്പം സിജോ ആണ്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായത് അതെനക്ക്. അപ്പം അവന് വായിക്കാത്ത ഒരു കോപ്പും ഇല്ല. അവന് ഈ ടൈമിൻ്റെ അകത്ത് അവന് വായിക്കാത്ത പ്രശ്നമില്ല, ഒരു കോപ്പും ഇല്ല. അല്ലെങ്കിൽ അവന് ആ സമയത്ത് മറ്റേ ജോലി എടുക്കട എൻ്റെ മസാജ് ചെയ്യാൻ പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവന് ഇവിടെ വരും, വേദന വരും. രാവിലെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞാൽ വേദന, എല്ലാ സമയത്തും വേദന. ഈ സമയത്ത് മാത്രം അവൻ്റെ വായിക്ക് ഒരു റെസ്റ്റും വേണ്ട. എന്തൊക്കെ ആൾക്കാർ. പിന്നെ ഈ അവനാണ് മറ്റേ വേറെ വാക്കാണ് വന്നു പോയത്, കാട്ടുതീ എന്ന് പറഞ്ഞത്. ഇതാണ് കാട്ടുതീ. ഇത് കാട്ടുതീയല്ല, ഇത് വേറെ തീയാണിത്. എന്നിട്ട് മറ്റേ പറയുന്നത് കാട്ടുതീ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അമ്മയ്ക്കൊരു കോപ്പ്. ഇതാണ് അവൻ പറയുന്നത്, എപ്പോഴും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഏത് സെൻറ്റിമെൻറ്റ് പിടിക്കുക, അമ്മയ്ക്കൊരു കോപ്പെന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ഇതിൻ്റെ അകത്താണോ എന്തോ. പിന്നെ ഈ 3 എണ്ണം, പിന്നെ ബാക്കിയൊരു 2 സീരിയൽ നടിമാരുണ്ട്. ഈ സാധനം എന്ന് പറഞ്ഞാൽ മൺഡേ എന്ന് പറഞ്ഞ സാധനം വർക്ക് ചെയ്യത്തേ ഇല്ല. അത്ര നല്ല നടിമാരാണ്. ഈ സാധനം വർക്ക് ചെയ്യത്തില്ല. അത് പണയം വെച്ചിട്ട് വന്നേക്കുന്നതുകൊണ്ടാണ്. അത് പണയം വെച്ചിട്ടാണ് ഒന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് കൊണ്ടുവരുന്നത്. അത്ര നല്ല ബുദ്ധിയാണ്. ഒരു ഇതും മൂളയും വർക്ക് ചെയ്യത്തില്ല അതിൻ്റെ. അത് പണയം വെച്ചിട്ടാണ് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്സരയുടെ കാര്യം പിന്നെ പറയണ്ട. ഇമ്മാതിരി ഒരു ആള്. എന്തിനാ എന്തോ ഇതിനൊക്കെ. പിന്നെ എല്ലാവരും കൂടെ ഒറ്റ സീസണിൽ വന്നു പറഞ്ഞാൽ ഇനിയിപ്പോൾ വേറെ സീസണിൻ്റെ അത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എല്ലാം ഒറ്റ സീസണിൻ്റെ അത് വന്നിട്ടുണ്ട്, എല്ലാ മണ്ടന്മാരും കൂടെ. അതാണൊക്കെയാണ് ഉള്ളത്. പിന്നെ പോയിൻ്റുകളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാണ് എന്തോ. ഇന്നലെ തന്നെ ബിഗ് ബോസ് പറഞ്ഞു പോയിൻ്റ് ഒന്നും ഉപയോഗപ്പെടത്തില്ല നിങ്ങൾക്ക്, നിങ്ങൾ ഈ ടാസ്കിന് പുറത്തായി. ഇനി ഈ പോയിൻ്റ് എടുത്ത് മറ്റേ ടീമിന്, അതായത് സിജോയുടെ ടീമിന് കൊടുക്കാം എന്ന് വിചാരിക്കാം. സിജോയുടെ ടീമിന് കൊടുത്ത് ബിഗ് ബോസ് അത് അംഗീകരിച്ചു കൊടുക്കും. കാരണം സിജോയുടെ ടീമിൻ്റെ അതാണല്ലോ ജാസ്മിൻ ഉള്ളത്. അപ്പോൾ ബിഗ് ബോസ് അംഗീകരിച്ചു കൊടുക്കും. സാധാരണഗതി ഇൻവാലിഡ്, നിങ്ങളെ കയ്യിൽ തന്നൊരു സാധനം ഇൻവാലിഡ് സാധനമാണ്, അത് നിങ്ങൾ കൈമാറുകയാണെങ്കിൽ. കണ്ടത്തെ സീസണിൻ്റെ അകത്ത് മറ്റേ അഖിൽ ചെയ്തത് ഓർമ്മയുണ്ട? അഖിൽ ഷിജു ചേട്ടൻ അവസാനം കോയിൻ കൊടുത്ത് ഷിജുവിനെ രക്ഷിച്ചത്. അത് ഇൻവാലിഡ് ആയിട്ടുള്ള സാധനമല്ലായിരുന്നു. ഇവിടെ ഇൻവാലിഡ് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ യവന്മാർ പറയും നല്ല അടിപൊളിയായിട്ടുണ്ട്, നിങ്ങൾ സൂപ്പറാണ്, നിങ്ങൾ കിടിലമാണ്. എന്നിട്ട് പവർ ടാസ്കിലേക്ക് അവരെ വിടും. എന്തായാലും മറ്റവരെന്തായാലും പവർ റൂമിലോട്ട് കയറാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മറ്റേ കഴിവ് കെട്ട് മറ്റേ ഇതേ കണക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഉടനെ വേണ്ട, ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല, ഇതാണ് ചോദിക്കുന്ന ബിഗ് ബോസ്. യവന്മാർ തന്നെയല്ലേ ഈ ഇന്നലത്തെ ടാസ്കിൻ്റെ അകത്ത് യവന്മാർ വിളിച്ചു പറഞ്ഞാണ്. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അതാ 2 ഡയറക്ടർമാരുണ്ട്. ഒരുത്തൻ ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കും, ഒരുത്തൻ വേറെ സ്ക്രിപ്റ്റ് ഒരു ദിവസം എഴുതിക്കും. അങ്ങനെ വല്ലതാണ് അവന്മാർ കൊടുക്കുന്നത്. മറ്റേ ഒരു സ്ഥലത്ത് വന്നിട്ട് പറയും അയ്യോ നമ്മളെ മറ്റേ ഇത് ഇന്നലെ ഇതേ കണക്കാണ് എഴുതി തന്നെ, അയ്യോ ഞങ്ങൾ മറ്റേ ഇത് നിങ്ങൾ ഒരു കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല. ഇന്ന് മറ്റേവൻ വന്നിരുന്നിട്ട് പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഇടപെട്ടില്ല, നിങ്ങളല്ലേ ഹോട്ടൽ നല്ലോണം നടത്തിക്കൊണ്ട് പോകാനുള്ളത്, നിങ്ങൾ നല്ല രീതിയിൽ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യണ്ടേ. അവരെത്രയെന്ന് പറഞ്ഞ് ഹാൻഡിൽ ചെയ്യും. ഒരുത്തൻ റിബലായിട്ട് നിൽക്കുകയാണ്, ഇതേണക്കെ ചെയ്യൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ അടുത്ത് പിന്നെ അവരെന്ത് ചെയ്യും? 4 അവന്മാർ വന്നിട്ട് ഞങ്ങൾ രാജിവെക്കുകയാണ്. ബിഗ് ബോസ് ആരും ഇന്നലെ ചോദിച്ചല്ലേ നിങ്ങൾ രാജിവെക്കുക, നിങ്ങളുടെ തീരുമാനം ഇതാണെന്ന്. അപ്പോഴേ ഒരാണെന്നല്ലേ പറഞ്ഞു. ആ 4 പേര് പോയ സ്ഥലത്തേക്ക് ഈ 4 പേര് കയറി പണിയെടുക്കുന്നതൊന്നും ആരും കാണുന്നില്ല. അപ്പോഴ് ഈ 4 പേര് പണിയെടുക്കുന്നുണ്ടല്ലോ അവിടെ. പണിയെടുക്കുന്ന എങ്ങനെ പണിയെടുക്കുന്നുണ്ട്? അവിടെ കട്ടിയുള്ള സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും അടിച്ചുകൊണ്ട് പോയി ഒളിപ്പിച്ച് വെച്ച്. മനുഷ്യത്വം. എവനൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ടാണ് അവർ ഈ പണിയെടുക്കുന്നത്.
ഇവരൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം. ഈ അടിച്ചോണ്ട് പോയ ഈ അരിയണ്ണനും മറ്റേ അവൾമാർക്കൊക്കെ എല്ലാത്തിനും വേണ്ടിയിട്ട് തന്നെയല്ലേ ഒരു ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കാണണ്ട. അപ്പോൾ ആ ടൈമിൽ മനുഷ്യത്വമൊന്നുമില്ല മറ്റൊരു പണിയെടുക്കുന്നതിൻ്റെ അകത്ത്. പിന്നെ ഇവർ പണിയെടുക്കാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നത്, അതായത് ഈ പവർ ടീം പണിയെടുക്കാൻ സമ്മതിച്ചില്ല. ഇവർ രാജിവെച്ച് പോയതിൻ്റെ കാരണം എന്തായിരുന്നു? ഇവരെ ഫുഡ് കൊള്ളത്തില്ലെന്ന് ആര് പറഞ്ഞു? അവരാണോ പറഞ്ഞത്? ഈ ഗസ്റ്റായിട്ട് വന്ന അങ്ങേരല്ലേ പറഞ്ഞത് ഫുഡ് കൊള്ളില്ല, നിങ്ങൾ ഫുഡ് കൊള്ളില്ല, നിങ്ങളെ സർവീസ് കൊള്ളില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ 20 കോയിൻ തിരിച്ച് തരണം. എന്നിട്ട് മറ്റവൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ അവരെ കൺവിൻസ് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വരണം. ബുദ്ധിയുള്ളവന്മാരാണെന്നുണ്ടെങ്കിൽ ആ 20 കോയിൻ കൊടുത്തിട്ട് ബാക്കി കോയിൻ നല്ലോണം വീണ്ടും ചെയ്ത് പണിയെടുത്തിട്ട് വീണ്ടും അത് തിരിച്ചെടുക്കാൻ നോക്കും. സൂരജ് CH, ഇടാ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നീ പിന്നെ ഇതിൽ വന്നിട്ട് എന്തിനാ ഇത് ഇവിടെ പറയുന്നത്? നിനക്ക് പണിയുണ്ടല്ലോ, അപ്പം നീ അവിടെ പോയിട്ട് നിൻ്റെ പണി ചെയ്താൽ പോരെ മോനെ. നീ മറ്റേ ബിഗ് ബോസ് കാണാതെ ഇവിടെ വന്നിട്ട് എൻ്റെ പണി അന്വേഷിക്കേണ്ട വല്ല ആവശ്യമുണ്ടാ? സൂരജണ്ണ, നിനക്ക് പണിയൊന്നും ഇല്ലാന്ന്, നിനക്ക് പണി കൂടുതലാണെങ്കിൽ നീ അവിടെ പോയിട്ട് നിൻ്റെ പണി ചെയ്യടാ. നീ ഇവിടെ വന്ന് എൻ്റെ പണി അന്വേഷിക്കാതെ. ഓരോ മരവാണങ്ങൾ ഇത് കണക്കുള്ള ഒരു പൊക്കണവും ഇല്ലാത്ത കുറേ വരുന്നത് എന്തെങ്കിലും കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്തെങ്കിലും കമൻറ്റ് ഇട്ടിട്ട് പോകാമെന്ന് വിചാരിക്കും. അതൊക്കെ നിൻ്റെയൊക്കെ വീട്ടിൽ പോയിട്ട് നിൻ്റെ അച്ഛൻ മറ്റേ ലൈവ് ഇടാൻ നേരത്തെ അവിടെ പോയിട്ട് കമൻറ്റ് ഇട്ടാൽ മതി. മനസ്സിലായ? എനിക്കിട്ട് കമൻറ്റ് ഇടാന്നിരിക്കരുത്. നിൻ്റെ അച്ഛൻ ലൈവ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കമൻറ്റ് ഇടുക, അച്ഛന് വേറെ പണിയൊന്നും ഇല്ല എന്നുള്ളത്. കേട്ടാ സൂരജേ? അല്ല ഇവിടെ വന്ന് എനിക്കിട്ട് കൊണ അടിക്കാനായിട്ട് ഇരിക്കരുത്. ഓരോ കൊണക്കാരന്മാർ വന്നിട്ട് ഇടാനായിട്ടിരിക്കും. അപ്പോൾ അതേ കണക്കുള്ള പോലെ ജോലിക്ക് പോടാ വേണമേ. എടാ ഞാനൊരു ജോലിക്ക് പോയാലാണ് നിൻ്റെ പേരിൽ സൂരജ് CH എന്ന് പറഞ്ഞാൽ നിന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. മനസ്സിലായ? അതിൻ്റെ അമ്മച്ചിയുടെ അടുത്ത് ചോദിച്ചാൽ മതി. കേട്ടാ? വെറുതെ വന്നിട്ട് അവൻ നിൻ്റെ മൂഞ്ച് ഉള്ള ഒരു ഫോട്ടോ ഇട്, ബാക്കി ഞാൻ പറഞ്ഞുതരാം. പറ്റുന്നുണ്ടെങ്കിൽ അതിട്. അവൻ കോണ അടിക്കാനായിട്ട് വരുന്നത്. സാബു മോൻ ശ്വേതമൊക്കെ എന്തിനാ വീണ്ടും കോയിൻ എടുത്ത് ആ തോൽ? അവർ കൊടുക്കട്ടെ. ആര് പറഞ്ഞ് കൊടുക്കേണ്ടത്? അവർ കൊടുക്കട്ടെ. കോയിൻ ഇൻവാലിഡ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടെ. മറ്റേ ഈ സാധനം മറ്റേ എടുത്ത് കൈ വെച്ചിട്ടുണ്ട്. ട്രിഗേഡ്. എടാ പിന്നെ ട്രിഗേഡ് ആവത്തില്ലേടാ മോനെ. മോൻ്റെ അമ്മച്ചിയുടെ അടുത്ത് വന്നിട്ട് ഇതൊക്കെ ചോദിക്ക്. കേട്ടാ? അപ്പോൾ മോൻ പോയിട്ട് മോൻ്റെ മോൻ്റെ സൂരജ് CHൻ്റെ അടുത്ത് പോയിട്ട്, CH ഇല്ലേ ഇനിഷ്യൽ ഇട്ടേക്കുന്ന, അവരുടെ അടുത്ത് പോയിട്ട് മോൻ ചോദിക്കുക. കേട്ടാ? അമ്മച്ചി ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് കമൻറ്റ് ഇട്ടപ്പോഴത്തെ ഒരാൾ ട്രിഗേഡായി എന്തോ പറഞ്ഞെന്നുള്ളത് ചെന്ന് ചോദിക്കുക. എന്നിട്ട് അവിടെ പോയിട്ട് വന്ന് ചോദിച്ചിട്ട് ഇവിടെ ഇട്. കേട്ടോ സൂരജ് CH? നല്ല കാര്യമാണ്. അപ്പോൾ തന്തയ്ക്ക് വിളി കേട്ടാലും കിണിക്കുന്ന ഓരോരോ മലവാണങ്ങൾ. അപ്പോൾ അതേ കണക്കത്ത സാധനങ്ങൾ. പിന്നെ ഇവിടെ ജിൻഡോ മറ്റേ സാധനം അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നത്. ഓരോരുത്തർ പോയിട്ട് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ജിൻഡോ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, അവൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ടത്. പിന്നെ ഇന്നലെ വരെ മറ്റേ അവന് എന്താണ് ഈ സിജോയ്ക്ക് പവർ റൂമിൽ കയറണ്ടായിരുന്നു. ഇന്ന് പെട്ടെന്ന് പവർ റൂമിൽ കയറണം. പവർ റൂമിൽ ഇപ്പം കയറിയാലേ രക്ഷയുള്ളൂ. ഓക്കെ, പവർ റൂമിൽ ഇപ്പം കയറിയാലേ രക്ഷയുള്ളൂ. പവർ റൂമിൽ ഇപ്പം വേണം കയറാനായിട്ട്. അല്ലെങ്കിൽ ഇത്ര നാൾ സിജോയ്ക്ക് പവർ റൂമേ വേണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ജാസ്മിൻ ഫാൻ സൂരജ്. അത് ജാസ്മിൻ്റെ എൻ്റെ പൊന്നു ദൈവങ്ങളെ, ജാസ്മിൻ ഫാൻസ് ഒന്നും ഇവിടെ വന്നിട്ട് കമൻ്റ് ഇടാൻ നിൽക്കല്ലേ. എൻ്റെ വായിരിക്കുന്ന നല്ല പുളിച്ച തെറിയേക്കും. ഒരു ദാക്ഷിണ്യം കാണത്തില്ല. ജാസ്മിൻ ഊളയുടെ ഹിസ്റ്ററി സഹിതം ഞാൻ എടുത്തങ്ങ് പറയും. പിന്നെ ഈ വോട്ട് ഇപ്പം കിട്ടുന്ന വോട്ട് പോലും ഇല്ലേ, അതുപോലും കിട്ടാതെ വരും. അതിന് ഞാൻ പറയും. ഒരു ദാക്ഷിണ്യം ഞാൻ കാണിക്കത്തില്ല. കേട്ടാ? ഡയമണ്ട് തിരിച്ചു കൊടുത്താ. ഓക്കെ,
എന്തായാലും ജിൻ്റെ ആ റൂമിൻ്റെ അകത്ത് തന്നെ വീണ്ടും സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതണക്കൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഈ ബാക്കി കടന്ന് പറയുന്നവന്മാരുടെ അടുത്തൊക്കെ മറ്റേ അവിടെ ചെന്നിട്ട് മറ്റേ എന്താണ് ഇവർ കളിക്കുന്നില്ല, അവർ കളിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവർ കളിക്കുന്ന കാരണമാണ്, അവർ മാന്യമായിട്ട് ഇന്ന് കളിക്കുന്ന കാരണമാണ് ഇവരൊക്കെ അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഈ ജാസ്മിൻ എന്ന് പറഞ്ഞതിനെ പിരിച്ചുവിട്ട്, ജാസ്മിൻ ഇപ്പോഴും വീട്ടിൻ്റെ അകത്ത് കിടന്ന് കറങ്ങിയാണ്. പിരിച്ചു വിട്ടവരെ വീട്ടിൻ്റെ പുറത്താക്കുക അവർക്ക്. അങ്ങനെ ഒരു നിയമം കൂടെ ഉണ്ട് അവർക്ക്.